കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു. ഈ ഒരു ഡിഗ്രി ഓൺലൈൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 2026 ജൂൺ 12-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകാനുള്ള ഫീസ് എന്ന് പറയുന്നത് SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 220 രൂപയും ഇനി അല്ലാത്ത മറ്റുള്ള എല്ലാ കുട്ടികൾക്കും 520 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. രജിസ്ട്രേഷൻ നൽകേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.admission.uoc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കഴിഞ്ഞ 2024 മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രോഗ്രാമുകൾ 3 സ്ട്രീമുകളായിട്ടാണ് വരുന്നത്. അതായത് 3 വർഷത്തെ UG ബിരുദം, ഇനി അതല്ലെങ്കിൽ 4 വർഷത്തെ UG ബിരുദം വിത്ത് ഓണേഴ്സ്, ഇനി 4 വർഷത്തെ UG ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള രൂപത്തിലാണ് ഡിഗ്രി പ്രോഗ്രാമുകൾ വരുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പറോ മാത്രം നൽകുക. കാരണം ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകുന്ന സമയത്ത് OTP അതായത് 1 ടൈം പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഈ ഒരു OTP അല്ലെങ്കിൽ 1 ടൈം പാസ്വേഡ് അടിച്ചാലാണ് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, NCC, NSS അതല്ലെങ്കിൽ മറ്റുള്ള ആർട്സ് ഫെസ്റ്റുകളിൽ എന്തെങ്കിലും സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം S കൊടുക്കുക. അല്ലെങ്കിൽ ഇല്ലാത്ത കുട്ടികൾ S കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താകുന്നതാണ്. അപ്പോൾ NSS, NCC അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പാർട്ട് S എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും നൽകണം. നിങ്ങളൊരു കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അതല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ അതല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ എങ്ങനെയുള്ള എല്ലാ കോട്ടയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും പൂർത്തീകരിച്ചിരിക്കണം. അതേപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ പ്രിന്റ് ഔട്ടുകൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത കാര്യങ്ങളിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാനേജ്മെന്റ് അതേപോലെ സ്പോർട്സ് കോട്ടകളിലേക്ക് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ഏത് കോളേജിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കോളേജുകളിൽ ഡയറക്റ്റ് പോയിട്ട് അപേക്ഷ പ്രത്യേകമായിട്ട് നൽകേണ്ടതുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷനും ചെയ്യണം, അതേപോലെ ഓരോ കോളേജിലും സെപ്പറേറ്റ് അപേക്ഷകളും കൊടുക്കണം. മറ്റൊന്ന്, നിങ്ങൾക്ക് 20 കോളേജുകളാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുക്കാൻ സാധിക്കുന്നത്. കമ്മ്യൂണിറ്റി കോട്ടകളിലേക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ ആ അപേക്ഷയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ കോളേജുകൾ കൂടെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എയ്ഡഡ് കമ്മ്യൂണിറ്റി കോട്ടയുള്ള എയ്ഡഡ് കോളേജുകൾ കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഇനി കോളേജുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളാണുള്ളത് അവിടെ കോളേജസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളാണുള്ളത്, ആ കോളേജിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവിടെ വ്യൂ കോഴ്സസ് എന്നുള്ള വ്യൂ പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓരോ കോഴ്സസ് ബേസ് ചെയ്തുകൊണ്ട് ആ കോഴ്സസ് എവിടെയാണ് ഏത് കോളേജിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേപോലെ ഓരോ കോഴ്സിന്റെയും എലിജിബിലിറ്റി എന്താണ്, അതേപോലെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാണുന്നത് എന്നതും ഈ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിലെ മുമ്പത്തെ ഓരോ കോഴ്സിന്റെയും പ്രീവിയസ് ഇൻഡെക്സ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്ന ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് പ്രകാരം രജിസ്റ്റർ നമ്പർ അതേപോലെ പേര്, ജനന തീയതി തുടങ്ങിയവ രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോളേജുകൾ 3 തരത്തിലാണുള്ളത്. ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, അതേപോലെ സെൽഫ് ഫൈനാൻസ് കോളേജ്. സെൽഫ് ഫൈനാൻസ് കോളേജുകളിലെ ഫീസ് വ്യത്യസ്തമായിരിക്കും ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും ഫീസിനേക്കാളും.
അതുകൊണ്ട് തന്നെ സെൽഫ് ഫൈനാൻസ് കോളേജിലെ ഓരോ കോഴ്സിന്റെയും ഫീസ് ഘടന കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 12/6/2026 വൈകുന്നേരം 5 മണി വരെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്ത് സൂക്ഷിക്കുക. അത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജുകളിൽ സമർപ്പിക്കേണ്ടതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 12-ാം തീയതി വരെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാകും. എഡിറ്റ് ചെയ്താൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുത്ത് വീണ്ടും വേറെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഏതൊക്കെ കോളേജുകളാണ് വേണ്ടത്, ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടത് എന്നതൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് കാണാം. താങ്ക്